ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ക്രാഫ്റ്റിൻ്റെ പരിപാടിയായിട്ടല്ല എത്തിയിട്ടുള്ളത്. വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളിന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ പപ്പ, അമ്മ, എൻ്റെ 2 ചേച്ചിമാർ ഫാമിലി. അപ്പോൾ ഞങ്ങളെല്ലാവരുമായിട്ടാണ് പോകുന്നത്. അവർ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് എവിടെയെങ്കിലും ചെറുതായിട്ട് കറങ്ങാൻ പോകണമെന്ന്. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരി പോയ പാടി നമ്മളൊരു സ്ഥലം കണ്ടെത്തി ഫുഡ് കഴിക്കാനാണ് ആദ്യം ഇരുന്നത്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞങ്ങൾ യാത്ര പോകുന്നത് ഡിസംബറിലാണ്. പക്ഷേ വീഡിയോ എപ്പോൾ വരുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ചിലപ്പോൾ അടുത്ത ഡിസംബറൊക്കെ ആവാം. ഇന്ന് സൺഡേ ആയത് കാരണം എല്ലാവരും ചർച്ചിലൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അതേപാടെ പെട്ടെന്ന് അങ്ങ് ഫുഡൊക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങി. അവർ കഴിച്ചിട്ടിരുന്നില്ല. എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് അവിടെ നിന്ന് എല്ലാവരും ഒത്തിറങ്ങി. നമ്മൾ 2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിലെത്തി. എൻ്റെ അമ്മ എടുത്ത ചോറ് കണ്ടില്ലേ, എൻ്റെ 2 ചേച്ചി ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ബിരിയാണി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണേ. ഇതാണ് ബിരിയാണി. നിങ്ങൾ കണ്ടപ്പോൾ എന്താണ് തോന്നി, ചോറാണോ ബിരിയാണിയാണോ? അപ്പോൾ ചുമ്മാ നമ്മൾ പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിച്ച് കഴിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് ചേട്ടായും പപ്പയൊക്കെ കുറച്ച് കഴുകേണ്ട തൂവലൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇവർ തമ്മിൽ 8 മാസത്തിനാണ് കേട്ടോ ഡിഫറെൻറ്റ്. 2 ചേച്ചിയുടെ മോളും പിന്നെ എൻ്റെ മോനുമാണ്. അപ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. 3 പേരും അങ്ങനെ തന്നെ. 3 പേരും നല്ല കൂട്ടാണ്. പക്ഷേ എങ്കിലും അടി കൂടുമ്പം ഭയങ്കര ശത്രുക്കളാണ്. ഭയങ്കര സ്നേഹം കണ്ടോ, ഭയങ്കര ചാട്ടം. ഇപ്പം 4 പിള്ളേരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഒരാൾ എൻ്റെ മൂത്ത ചേട്ടൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 4 പിള്ളേരുണ്ട്. ഇത്രയും ദൂരം മെനക്കെട്ട് വന്നത് കടൽ കാണാനാണോ ഫുഡ് കഴിക്കാനാണോ ഒരു പിടിയില്ല. കാരണം ഫുഡ് കഴിച്ചിട്ട് ആർക്കും മതിയാവണില്ല. ഇതെൻ്റെ മോനാണ്, ഇതെൻ്റെ മൂത്ത ചേച്ചി, ഇത് ചേട്ടായി, മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇത് 2 ചേച്ചിയുടെ ഹസ്ബൻഡ് കൊച്ചേട്ടൻ, ഇതെൻ്റെ ഏട്ടൻ. അപ്പോൾ ഞാൻ വാവച്ചിയും കൂടെ കടൽ കാണാനെന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടക്കേണ്ടി വന്നു. നമ്മൾ ഇറങ്ങിയ പോയിന്റ് ശരിയല്ലായിരുന്നു. ശരിയല്ലെന്ന് പറഞ്ഞാൽ കടലിൽ എത്താൻ നല്ല ദൂരമുണ്ട്. കടൽ കാണാൻ പറ്റും, കണ്ടില്ലേ, ഇപ്പോഴേ കടൽ കാണാം. പക്ഷേ അത് കടലിൽ ഇറങ്ങണമെങ്കിൽ നല്ല ദൂരം നടക്കണം. അങ്ങകലെ വിവേകാനന്ദ പാറ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കടലും അങ്ങകലെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ ദൂരം ഇങ്ങ് കഴിഞ്ഞ് വന്നു. അപ്പം എല്ലാവരും വന്നില്ല കേട്ടോ. അപ്പം ഞാനും ഏട്ടനും പപ്പയൊക്കെ ഇങ്ങ് വന്നു. ഇനി അമ്മയും അവരെല്ലാവരും ഉണ്ട്. മുത്തശ്ശിയുടെ മോന് ചെറിയ ടയർഡ്നെസ് ഉണ്ട്. അവൻ ഇങ്ങോട്ട് വന്നപ്പം വോമിറ്റൊക്കെ ചെയ്തു. അപ്പോൾ അവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷൊക്കെ ചെയ്തിട്ട് അവർ എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ സമയം വരെ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അവരും നടന്ന് എത്തി. ഇതാ നിൽക്കില്ല, എല്ലാവരും ഒത്തിരി ചിരി ഉണ്ടോ, എല്ലാവർക്കും പപ്പ കൊടുത്ത് അത് തന്നെയാണ്. അങ്ങനെ നമ്മൾ കടലാണെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് എന്താ നിൽക്കുന്ന ഒരു കുതിര ആത്തിയിട്ടല്ലേ കേട്ടോ കാണണേ. ഓക്കെ, അപ്പം ഫോട്ടോ എടുക്കാനൊക്കെ നിറയെ ആൾക്കാർ നിൽക്കുവാണ്. നമ്മൾ ഫോട്ടോ എടുത്തു. പക്ഷെ പറ്റിക്കപ്പെട്ടു ഗൈസ്. കടൽ ഞങ്ങൾക്ക് അയ്യത്തും ദൂരത്തെത്തിയതുപോലെ ആയി. പക്ഷെ എന്ത് ചെയ്യാനാ, നോക്കി നിൽക്കാനേ പറ്റൂ. ഇറങ്ങാൻ ഒരു വഴിയില്ല. കടൽ കാണാൻ വന്നവർക്ക് ഇവിടെ വന്നാൽ മതി. പക്ഷേ കടലിൽ ഇറങ്ങാനാണ് നമ്മൾ വന്നത്. പിള്ളേരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാലൊക്കെ നനപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. നമ്മൾ ഫാമിലിയായിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കന്യാകുമാരി പോയി നമ്മളിങ്ങനെ ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്തത്. അല്ല, നമ്മൾ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ കല്യാണത്തിന്. അപ്പോൾ 2 പിള്ളേർ കുറവാണ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഫോട്ടോക്കാരൻ ഞങ്ങളെ പറ്റിച്ചു. അദ്ദേഹം എന്നിട്ടൊരു കാർഡ് ഞങ്ങൾക്ക് തന്നു. അതിൽ അഡ്രസ്സ് ഉണ്ടായിരുന്നു, ഫോൺ നമ്പർ ഇല്ലായിരുന്നു. എങ്കിലും നമ്മൾ തേടി പിടിച്ച് അങ്ങനെ നോക്കി നടന്നു. ഇതിന് വേണ്ടി ഒരു അരമണിക്കൂർ തന്നെ പോയി കാണും. ഇതിൻ്റെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ എല്ലാം ചുറ്റും നോക്കി അന്വേഷിച്ചിട്ട് അങ്ങനെയുള്ള ഒരു കട പോലും ഒരു സ്റ്റുഡിയോ പോലും ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ബുദ്ധി കാണിച്ചു. ഈ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടേ. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഫോട്ടോ ഇയാളെടുത്ത എല്ലാ ഫോട്ടോയും ഫോണിൽ നമ്മൾ വാങ്ങി. അപ്പോൾ 100 രൂപയ്ക്ക് നഷ്ടമില്ല, 100 രൂപയാണ് കേട്ടോ. അപ്പം അയാൾ കേട്ടത് 3 കോപ്പി വേണോ, 3 ഫാമിലിക്കും 3 വീട്ടിൽ കൊണ്ട് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വേണ്ട. എൻ്റെ ചേച്ചി കണ്ടോ, കട തപ്പിക്കൊണ്ട് നടക്കുവാണ്. കടലെത്താറായി, എന്നിട്ട് കട തപ്പിക്കൊണ്ട് നടക്കുവാണ്. അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് ഒത്തിരി ദൂരം നടന്നു കേട്ടോ. ഇവിടെ എത്താൻ വേണ്ടി തന്നെ നമ്മൾ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. കണ്ടില്ല, നമ്മൾ ഇറങ്ങിയപ്പം ഇത്ര ഇരുട്ടിയിട്ടില്ല. ഇപ്പം കണ്ടില്ലേ, നല്ല ഇരുട്ടിയിട്ടുണ്ട്. 6 മണിയൊക്കെ ഏകദേശമായി. സണ്ണത ഡേറ്റ ബൈ സി യു ഒക്കെ പറയാൻ റെഡിയായി നിൽക്കുവാണ്. ജനങ്ങൾ കണ്ടില്ലേ, അപ്പോൾ എൻ്റെ ദൈവമേ, പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ആൾക്കാരാണ്. കടലിൽ ഇറങ്ങാനുള്ള വഴി കണ്ടു, പക്ഷെ ഇറങ്ങാൻ വഴിയില്ലെന്നല്ല, സ്ഥലമില്ല. അത്രയ്ക്ക് ആൾക്കാരാണ്. സൺസെറ്റ് കാണാൻ വേണ്ടി വന്ന് കിടക്കുവാണ് ഈ ഒരു ടൈമിലും. പിന്നെ സൺറൈസ് സമയത്തും മോർണിംഗിലും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പം ആ സമയത്തൊക്കെ പോവാതിരിക്കുന്നത് നല്ലത്. പക്ഷേ സൺറൈസും സൺസെറ്റൊക്കെ കാണണമെങ്കിൽ പോകണം, ഇല്ലെന്നല്ല. പക്ഷേ ഇപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. അവർ തിരിച്ച് റിട്ടേൺ പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അകത്ത് കയറി. വാവച്ചി എന്തോ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കണം, മുട്ടായാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താ വാവച്ചിക്കുട്ടി എന്ത് സൂപ്പറായിട്ട് കഴിക്കുന്നത് നോക്കിയേ, അടിപൊളിയായിട്ടൊന്ന് കഴിക്കണം. അപ്പോൾ എല്ലാവരും, എൻ്റെ അമ്മ പാവം, എല്ലാവരുടെ ബാഗും എല്ലാം ചുമന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇത്രയും ദൂരം വന്ന് അപ്പോൾ കാലിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ താഴോട്ട് ഇറങ്ങാൻ വയ്യ. അമ്മ പറഞ്ഞ് ഞാൻ വെള്ളമൊന്നും, അമ്മയ്ക്ക് കാലിൽ ചെറിയ മുറിവുണ്ട്, അപ്പോൾ വെള്ളത്തിലൊന്നും ഞാൻ ഇറങ്ങുന്നില്ല, എന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്കൊരു കല്ലൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഞാനാണ് അവിടെ ഇരുത്തിയിട്ട് എല്ലാവരുടെ ബാഗും പിള്ളേരുടെ തുണിയും എല്ലാം കൊണ്ട് അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളിവിടെ കളിക്കാൻ വന്നു. ഞാനും ഇറങ്ങിയില്ല കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങി ചെറുതായിട്ട് കാല് നനച്ച് തന്നെ. അല്ല, നല്ല ഈ പിള്ളേരൊക്കെ നല്ല കളിച്ചു. ചേച്ചിമാരൊക്കെ ഓക്കെയാണ്, നല്ല അവർ അടിപൊളിയായിട്ട് കളിച്ചു. പിള്ളേരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോൻ കണ്ടില്ലേ, ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ മുത്തശ്ശിയുടെ മോൻ.
അവന് പനിയായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് വോമിറ്റ് ചെയ്തു, നല്ല ടയർനെസ് ആയിരുന്നു അവന്. പക്ഷേ ഇപ്പോൾ വെള്ളം കണ്ടപ്പം അവൻ തുള്ളിച്ചാടി കളിക്കുന്നത് കണ്ടോ, അത് തലയൊക്കെ നനഞ്ഞു നല്ല അടിപൊളിയായിട്ട് കളിച്ചു. തിരിച്ചു വന്നപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവൻ പറയുവാണ്, കടലിൽ എന്തോ ഒരു മരുന്നുണ്ട് എനിക്കതുകൊണ്ട് ഇപ്പോൾ പനിയുമില്ല ഒന്നുമില്ല, എനിക്ക് എല്ലാ ക്ഷീണവും മാറി പപ്പ എന്ന് പറയുവാണ് പപ്പയെടുത്ത്, അവൻ്റെ പപ്പയെടുത്ത്. അപ്പം പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ക്രേസം പോലെ അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവൻ്റെ പേമ്പർ കൂടെ മാറ്റാൻ നമ്മൾ മറന്നു കേട്ടോ. ആ പേമ്പറോടെ ഇട്ടിരിക്കുവാണ്. അങ്ങനെ ഒരു ചേച്ചി പറഞ്ഞു പേമ്പറൊക്കെ മാറ്റിയിട്ട് അവനിട്ട് കുളിപ്പിക്കാൻ. ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയ നല്ലൊരു നിമിഷം തന്നെയാണ് ലൈഫിൽ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എല്ലാവരും കൂടി ഇതുപോലെ കറങ്ങാനൊക്കെ പോകുന്നത്. ഓണ സമയത്ത് പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അപ്പോൾ ആ ലീവിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ക്രിസ്മസിന് ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാവരും കൂടെ കറങ്ങാൻ പോയതാണ്. ലേസം ബേബിയെ ഒരു തോർത്തൊക്കെ വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. പിള്ളേരുടെ തുണിയെല്ലാം കാറിലായിപ്പോയി, നമ്മൾ എടുക്കാൻ വിട്ടുപോയി. കാരണം ഒരു ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ ഇനി ഇറങ്ങി വന്നത്. ഏകദേശം നമ്മൾ 1 മണിക്കൂറിലധികം അവിടെ തന്നെ സമയം സ്പെൻഡ് ചെയ്തു. നമ്മളൊരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. ചേച്ചിയുടെ മോൻ പപ്പയെ തോക്ക് വെച്ച് വെടി വയ്ക്കുവാണ്. പിന്നെ ഞങ്ങൾ ചോളാൻ വാങ്ങി. ചോളാൻ ആർക്കും അങ്ങനെ താല്പര്യമൊന്നുമില്ല, പക്ഷേ ചേട്ടായി വാങ്ങി കഴിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞ് സൂപ്പറായിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വാങ്ങി കഴിച്ചു. അടിപൊളിയായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എവിടെ ചോളം കണ്ടാലും നമ്മൾ വീട്ടിൽ വാങ്ങി അവിച്ചൊക്കെ കഴിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ടേസ്റ്റ് ഓർക്കുമ്പോൾ ഇപ്പോഴും വായിൽ വെള്ളം ഊറുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കടലിനൊട്ടായിട്ട് ബബസി ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു കടലിൽ ഇറങ്ങി. ആ കടലിൻ്റെ പേരൊന്നും വായിക്കാൻ എനിക്കറിയത്തില്ല, തമിഴാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. ഇനി അടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഒത്തൊരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ ഇരിക്കുന്ന സ്ഥലമില്ല, നമുക്ക് എല്ലാവരും കൂടെ അങ്ങനെ ഞങ്ങൾ മുകളിൽ വന്നു. മുകളിൽ ഒരു ടേബിൾ തന്നെ തോന്നുന്നു ഒഴിഞ്ഞു കിടന്നത്. അപ്പോൾ അതിൽ നമ്മൾ സീറ്റ് പിടിച്ചു. അങ്ങനെ എൻ്റെ ഗ്രേസും ബേബി ഇരിക്കുന്നുണ്ടോ, എല്ലാവരും ഫോണൊക്കെ നോക്കി ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഫോട്ടോ കിട്ടാത്തതിൽ നമുക്ക് ഒരു വിഷമമില്ല, കാരണം എല്ലാ ഫോട്ടോയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഫ്രീ ആയത്. എല്ലാവരും ഫോണൊക്കെ നോക്കിയിട്ടിരിക്കുവാണ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലെ അമ്മയും പപ്പയും എല്ലാവരും കാര്യങ്ങളൊക്കെ പറയണം. അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം അവർ എപ്പോഴും ഈ ജോലി എന്നൊക്കെ പറഞ്ഞ്, എൻ്റെ പപ്പയും അമ്മയും ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത്, ചേട്ടായിയുടെ ഹോട്ടലിലാണ് നിൽക്കുന്നത്, ജോലി എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. പക്ഷേ എങ്കിലും അവർ ഈ ഒരു സമയം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതല്ല, നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ പോകുന്നതാണ് അടിപൊളി. അത് മറക്കാൻ പറ്റാത്തൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവർക്കും ഇവർക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനവും വാങ്ങി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാതായിരിക്കും. ബൈ.